ഇത് മൂണ്ടിക്ഞാഗയിലെ അമ്മ. 1729 മെയ് മാസം 14 ഇറ്റലിയിലെ മൂണ്ടിക്ഞാഗ എന്ന സ്ഥലത്ത് ഡൊമിനിക്ക ടാർഗ എന്ന ഇടയ സ്ത്രീക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഡൊമിനിക്ക ആടുകളെ മേയ്ക്കുമ്പോൾ ജപമാല ചൊല്ലുക പതിവായിരുന്നു. അതിനിടയിൽ വലിയ പൈശാചിക ആക്രമണങ്ങൾ ഉണ്ടാവുകയും അവർ ഈശോയോടും മാതാവിനോടും സഹായത്തിനായി നിലവിളിക്കുകയും ചെയ്തു. അപ്പോൾ അവളുടെ മുൻപിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: നീ കരാവാജിയോയിലേക്ക് പോകരുത്. പകരം സ്വർഗാരോഹണ തിരുനാളിന് വൈകുന്നേരം വിശുദ്ധ അന്നയുടെ ദേവാലയത്തിലേക്ക് പോവുക. അവിടെ കരാവാജിയോ അമ്മയുടെ ഛായാചിത്രം സ്ഥാപിക്കപ്പെടും. 1729 മെയ് 26 വിശുദ്ധ അന്നയുടെ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മ ദേവാലയത്തിൽ വെച്ച് ഡൊമിനിക്ക ടാർഗയ്ക്ക് 3-ാം പ്രാവശ്യം പ്രത്യക്ഷയായി. അമ്മ ഉണ്ണീശോയുമായി വരുമ്പോൾ കൂടെ ഔസേപ്പിതാവും മാതാവിന്റെ മാതാപിതാക്കളായ എവാക്യമും അന്നയും ഉണ്ടായിരുന്നു. അമ്മ തന്റെ ഭക്തരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന ഇടമായി ആ ദേവാലയം മാറുമെന്ന് ഉറപ്പു നൽകി. തന്റെ തിരുക്കുമാരന്റെ മുറിവുകൾക്ക് കാരണം മനുഷ്യരുടെ പാപങ്ങളാണെന്നും പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണമെന്നും അമ്മ ആവശ്യപ്പെട്ടു. തന്റെ തിരുക്കുമാരന്റെ മുറിവുകൾ ഡൊമിനിക്ക ടാർഗയ്ക്ക് അമ്മ വെളിപ്പെടുത്തി കൊടുത്തു. 1729 സെപ്റ്റംബർ 10 പ്രലോഗയിൽ വെച്ച് അമ്മ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. 1730 മെയ് 26 അമ്മ അവസാനമായി പ്രത്യക്ഷപ്പെട്ടത്. പരിശുദ്ധ അമ്മ വലിയ പ്രകാശവലയത്തിൽ കാണപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിച്ചു. മെയ് മാസം 26 അമ്മയുടെ തിരുനാൾ. നമുക്കും പ്രാർത്ഥിക്കാം മൂണ്ടിക്ഞാഗ അമ്മയോട് പാപികളുടെ മാനസാന്തരത്തിനായി. നന്ദി.